ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയുടെ ചെയർമാൻ മഞ്ചേരി നാസർ തന്നെയാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. മഞ്ചേരി നാസർ, മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. ആശയങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത കാലമാണിത്. എന്നാൽ പക്ഷേ ആശയങ്ങൾ എത്രത്തോളം ഉണ്ടായാലും അത് ഏത് രീതിയിൽ നടപ്പാക്കണമെന്ന് പലർക്കും അറിയില്ല. അവിടെയാണ് താങ്കളുടെ ഐഡിയ ഫാക്ടറി വ്യത്യസ്തമാകുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയത്? തികച്ചും ഒരുപാട് ആശയങ്ങളുണ്ട്. മാഡം പറഞ്ഞതുപോലെ ഒരുപാട് ആശയങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ ആശയങ്ങൾ നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രയാസകരമായ കാര്യം. ഇവിടെ നമ്മൾ 99 ഐഡിയ ഫാക്ടറി CCDയിൽ CCD ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CCD എന്ന് പറയുന്നത് കളക്ഷൻ, കോർഡിനേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐഡിയാസ്. ആശയങ്ങൾ ശേഖരിക്കുക, ക്രോഡീകരിക്കുക, വിതരണം ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു 10,000-ഓളം ആളുകളുടെ തലച്ചോറിലൂടെ യാത്ര ചെയ്യുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഇത്തരം ആളുകളുടെ തലച്ചോറ് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾക്ക് ഒരു വ്യക്തിക്ക് ഒരു ആശയം ഉണ്ടാവും, പക്ഷെ അത് അയാൾക്ക് മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാലമാണ്. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകളുടെ തലച്ചോറുകൾ അല്ലെങ്കിൽ ബ്രെയിൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഈസിയായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആശയം. ശരിക്കും സംസ്ഥാനത്ത് ഇതിന് എങ്ങനെയാണ് ഒരു പ്രസക്തി എങ്ങനെയാണ് നമ്മൾ ഇതിന് കാണുന്നത്? നമ്മൾ ഐഡിയ ഫാക്ടറി CCD എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മദർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു R&D ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് 99 ദ പ്രൊഫഷണൽ സൊല്യൂഷൻ ബാങ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് പോസിറ്റീവ് സർക്കിൾ എന്ന് പറയുന്ന സംഭവം. പോസിറ്റീവ് സർക്കിളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ വ്യവസ്ഥിതിയല്ല മാറേണ്ടത്, മനസ്ഥിതിയാണ് മാറേണ്ടത് എന്നാണ് നമ്മൾ പറയുന്ന സംഭവം. കാരണം നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്ഥിതിക്കാണ് പ്രശ്നം. വ്യവസ്ഥിതി നമ്മൾ സാധാരണ പറയും മുഖ്യമന്ത്രി മാറണം, മഴയാണ്, കാറ്റാണ്, ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വ്യവസ്ഥിതിയെ കുറ്റം പറയുന്ന സംഭവമാണ്. സത്യത്തിൽ മനസ്ഥിതിയാണ് നമ്മൾ ആദ്യം മാറേണ്ടത്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും നല്ലത് കണ്ടാൽ നല്ലതാണ് എന്ന് പറയാനും പറ്റുന്നൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. അത് ചോദിച്ചതുപോലെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് സർക്കിൾ എന്നതിൽ നമ്മൾ ആയിരക്കണക്കിന് ആളുകൾക്ക് 100% സൗജന്യമായിക്കൊണ്ട് ഇത്തരം പ്രോഗ്രാമുകൾ കൊടുക്കുന്നു. നിങ്ങൾ മനസ്ഥിതി മാറണം എന്നുള്ള അത് പറയുക മാത്രമല്ല, അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, സമൂഹത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഭംഗി എന്ന് പറയുന്നത്. അതായത് ഒന്നല്ല ഒരുപാട് ആശയങ്ങളാണ് ഈ ലോകത്തെ മാറ്റിമറിക്കുന്നത്. ഇതിൽ താങ്കളുടെ സുഹൃത്ത് കൂട്ടായ്മകൾ മാത്രമാണോ അതോ ബിസിനസ്സുകാർ, അങ്ങനെ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും ഇതിൽ പങ്കാളികളാണ്? ഈ 99 ദ പ്രൊഫഷണൽ സൊല്യൂഷൻ ബാങ്ക് എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് തന്നെ 99ഓളം വ്യത്യസ്ത പ്രോഗ്രാമുകളുണ്ട്. അതിൽ സ്റ്റാർട്ടപ്പ് പോലെ ബിസിനസ് പ്രോഗ്രാമുകളുണ്ട്. 100% നോൺ പ്രോഫിറ്റ് മോട്ടീവായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പോസിറ്റീവ് സർക്കിൾ, സല്യൂട്ട് ദ സീനിയർ സിറ്റിസൺ, അതുപോലെ ചാരിറ്റി വിസിറ്റ്, അങ്ങനെ ഒരുപാട് നോൺ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ സർവീസ് ഓറിയൻറ്റഡ് ഉണ്ട്. അതേസമയം ഐഡിയ ഫാക്ടറി CCD എന്ന് പറയുന്ന ഉദാഹരണമായിട്ട് നമുക്ക് നല്ലൊരു ആശയമുണ്ട്. നമുക്ക് അതൊരു പൊട്ട ആശയമായിരിക്കും ചിലപ്പോൾ, പക്ഷേ ഇത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. വീട്ടിൽ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് നമ്മളെ കളിയാക്കുന്നു, അതല്ലെങ്കിൽ വേറെ നമ്മൾ സുഹൃത്തുക്കളോട് പറഞ്ഞാൽ സുഹൃത്തുക്കൾ പൊട്ടനാണ്, ഭ്രാന്തനാണെന്ന് പറഞ്ഞ് കളിയാക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്കൊന്ന് എന്താ പറയുക, ഒന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം അതൊരു ആശയമായി രൂപീകരിച്ചത് കൊണ്ട് അടുത്ത ആളുകൾക്ക് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിലാക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം. അങ്ങനെ എടുത്തു പറയാവുന്ന ഏതെങ്കിലും ഒരു ഉദാഹരണം, ഏതെങ്കിലും ഒരു ആശയം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഒരു എന്താ പറയുക സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പ്രോഗ്രാം ചെയ്ത് പറയാം. മഞ്ചേരിയിൽ മെഡിക്കൽ കോളേജും സ്റ്റേഡിയവും പുതിയതായിട്ട് വന്നിട്ടുണ്ട്, അറിയാം. മെഡിക്കൽ കോളേജും സ്റ്റേഡിയവും പിന്നെ ഞാനും, ഇത് ഈ ഒരു ഹെഡിങ്ങിൽ നമ്മളൊരു 25ഓളം പേർക്ക് ഇതിനെക്കുറിച്ച് പോസിറ്റീവ് നെഗറ്റീവ് എന്തോ ആയിക്കോട്ടെ ഇതിനെക്കുറിച്ച് 25 പോയിൻറ്റിൽ കുറയാതെ 50 പോയിൻറ്റിൽ കൂടാതെ അവരുടെ ഏറ്റവും അടുത്ത 10-25 സുഹൃത്തുക്കളുടെ തലച്ചോറ് ഉപയോഗിച്ചിട്ട് എഴുതി വരാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞങ്ങൾക്ക് ഒരു 400ഓളം പോയിൻറ്റുകൾ കിട്ടി. ഈ 400 പോയിൻറ്റിൽ നമ്മൾ റിപ്പീറ്റേഷനും ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഒരു 100 വൃത്തിയായിട്ടുള്ള പോയിൻറ്റുകൾ കിട്ടി. ഈ 100 പോയിൻറ്റുകൾ എന്ന് പറയുന്നത് ആലോചിക്കണം, നമുക്ക് 400 തലച്ചോറിൽ നിന്ന് കിട്ടിയ പോയിൻ്റാണ്. ഇത് നമ്മൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിനും സ്പോർട്സ് കൗൺസിൽ ചെയർമാനും നമ്മളത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളെല്ലാം കരഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. സാധാരണ നമ്മൾ TV ന്യൂസ് കണ്ടാലോ പത്രം വായിച്ചാലോ, ഒരു 10 പത്രം വായിച്ചാലോ 10 TV കണ്ടാലോ നമുക്ക് 20 പേരുടെ തലച്ചോറേ കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് 400 തലച്ചോറിൽ നിന്നും സംഭവങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിനെ നമ്മൾ പ്രൊഫഷണൽ മാസ്റ്റർ മൈൻഡ് എന്നാണ് പറയുക. വേറെ അതേപോലെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ സല്യൂട്ട് ദ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ 70 വയസ്സ് വരെ ജീവിക്കലല്ലല്ലോ ബുദ്ധി. 70 വയസ്സായ ഒരാളെ കൂടെ 2 മണിക്കൂർ സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് സഞ്ചരിക്കുന്ന സർവകലാശാലകളാണ് പലപ്പോഴും ഈ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾ. ഇവരുടെ ഈ അറിവും അനുഭവ സമ്പത്തും പലപ്പോഴും അത് മണ്ണടിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ വൃത്തിയായിട്ട് അവരെ ഒന്ന് ആദരിക്കുന്നതോടൊപ്പം അടുത്ത
അടുത്തൊരു ജനറേഷന് ഇത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു പുണ്യം, അല്ലെങ്കിൽ അവരോട് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇതും ഇതിൽ നമ്മളൊരു തികച്ചും നോൺ പ്രോഫിറ്റബിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ ഐഡിയ ഫാക്ടറി ടീം വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചായിരുന്നു. അവിടെ നിന്നുള്ള ആശയങ്ങൾ കൂടെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു സാഗരയാത്ര സംഘടിപ്പിച്ചായിരുന്നു. അപ്പോൾ അതെങ്ങനെയായിരുന്നു സ്വാധീനിച്ചത്? തീർച്ചയായിട്ടും ഈ സാഗരയാത്ര എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള, അതായത് ആശയങ്ങൾ കൊണ്ട് ലോകത്തിന് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഗുണം കിട്ടണം എന്ന രൂപത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന 52ഓളം ആളുകൾ നമ്മൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ കരീബിയൻ ക്രൂയിസിലായിരുന്നു യാത്ര. സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്. മാത്രമല്ല അതിൽ വെച്ചിട്ട് ഞങ്ങളൊരു ക്രൂയിസ് ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞൊരു ബിസിനസ് ഗെറ്റ് ടുഗദർ നടത്തിയിരുന്നു. ഞങ്ങളതിൻ്റെ ചീഫ് മാനേജറായിരുന്നു അന്നത്തെ ചീഫ് ഗസ്റ്റ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, മലയാളി കൂടിയാണ്, മിസ്റ്റർ സുശീൽ നായർ. അദ്ദേഹം പറഞ്ഞൊരു പോയിൻ്റ് ഇതാണ്, അദ്ദേഹം 15 വർഷമായിട്ട് അതിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ടാണ്. മാത്രമല്ല അതിൻ്റെ ഒരു ഒരു സീ ടോക്ക് എന്നൊരു മാഗസിനും നമ്മളത് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എൻ്റെ മിസ്റ്റർ ജാഫർ എടക്കര എന്ന് പറഞ്ഞാൽ നമ്മളൊരു എഡിറ്ററുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 17 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ്, ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. 17 പേര് 17 വിഷയങ്ങളിൽ പുലികളാണ്. അവരെ ഒന്ന് വൃത്തിയായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പോൾ നമുക്കറിയാം, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യവസ്ഥിതിയോടാണ് എല്ലാവരും പോരാടുന്നത്. കാരണം മനസ്ഥിതി മാറ്റാതെ ഈ വ്യവസ്ഥിതി എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിന് പലതരം ലേബർ പ്രോബ്ലംസ്, ലാൻഡ് അക്വിസിഷൻ പ്രോബ്ലം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് പലരും ഈ പിന്നാക്കം പോകുന്നത്. വലിയ പ്രവാസി നിക്ഷേപങ്ങളെല്ലാം തന്നെ പിന്നോക്കം പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം നമ്മുടെ യുവതലമുറയെ തന്നെ എടുക്കുകയാണെങ്കിൽ നിരവധി ആശയങ്ങളുള്ളതാണ്. സംസ്ഥാന സർക്കാർ തന്നെ സംഘടിപ്പിക്കുന്ന ES പോലെയുള്ള സംരംഭകത്വ സെമിനാറുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആശയങ്ങൾ ഉയർന്നു വരാറുണ്ട്. പക്ഷേ താങ്കൾ എത്രത്തോളം സൂചിപ്പിച്ചാലും ഇപ്പോൾ മനസ്ഥിതി മാറണമെന്ന് പറഞ്ഞാൽ കൂടെ ഇവിടെ അത്തരത്തിലൊരു ബിസിനസ് സംരംഭം കെട്ടിപ്പടുക്കുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ സപ്പോർട്ട് തന്നെ ആവശ്യമല്ലേ? കാരണം ഇത്തരത്തിലുള്ള പല ഇപ്പോൾ ES അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ്, ഇപ്പോൾ കൊച്ചിയിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങി, അതിനൊക്കെ തുടക്കം അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യുന്നു എന്നല്ലാതെ പിന്നെ അത് മുന്നോട്ട് പോകുന്നതിന് സംസ്ഥാന സർക്കാരൊക്കെ കാര്യമായ വീഴ്ചകൾ വരുത്താറുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 99 ദ പ്രൊഫഷണൽ സൊല്യൂഷൻ ബാങ്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 10 വർഷം മുന്നേ അല്ലെങ്കിൽ 15 വർഷം മുന്നേ ഫേസ്ബുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലല്ലോ. എന്നതുപോലെ 2020, 2025 ഇൻഷാ അല്ലാഹ് ലോകം സ്വീകരിക്കാൻ പോകുന്ന ഒരു വലിയൊരു കൺസെപ്റ്റാണ്, ആശയമാണ്. ഇത് സത്യത്തിൽ നമ്മൾ ആളുകളോട് പറയാറില്ല, കാരണം നമ്മളെ പൊട്ടന ഭ്രാന്തനാന്ന് പറയുന്നതാണ്. ഓക്കെ, എനിവേ അതിൽ 18 ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ 2-3 വർഷമായിട്ട് 18 ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കുകയും ഇത് കേരളത്തിൻ്റെ ജില്ലാ കളക്ടർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തുടങ്ങിയ 2 വർഷം നമുക്ക് ഇതിനായിരുന്നു പണി. ഈ 18 ഗോൾഡൻ പ്രിൻസിപ്പിൾസ് നമ്മൾ പ്രസൻറ്റ് ചെയ്യും. എന്നിട്ട് അവരോട് പറയും യു ക്യാൻ അറ്റാക്ക്, അവരോടത് വിമർശിക്കാൻ പറയും. അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നൊരു സംഭവമാണ്. എനിവേ അതിലൊരു 4ാമത്തെ പ്രിൻസിപ്പിൾ ഉണ്ട്, തിയറി, പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന പോയിന്റ്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സ്റ്റാർട്ടപ്പ് ആയാലും ES ആയാലും EC ആയാലും ഒക്കെ ഇതൊക്കെ തിയറി മാത്രമാണ്. തിയറി നമുക്ക് പറയാൻ ഈസിയാണ്, വളരെ. തിയറി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പ്രവർത്തന പദത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 2 ഓപ്ഷനാണ്. ഒന്നുകിൽ നമുക്ക് സല്യൂട്ട് പറഞ്ഞ് തിരിച്ചു പോരാം, അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കണം. അവിടെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇവിടെയാണ് ഐഡിയ ഫാക്ടറി പ്രസക്തമാകുന്നത്. ഈ തിയറി പറഞ്ഞ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നത്തിന് നമ്മൾ ഒരുപാട് തലച്ചോറുകളുടെ സഹായം തേടിക്കൊണ്ട് അവിടെ ഒരു ക്രിയേറ്റിവിറ്റി ചെയ്യും. അതായത് സാധാരണ ആളുകൾ അസാധാരണമായി ചെയ്യുന്നൊരു സംഭവം. ഈ ഇംപ്ലിമെന്റേഷന് പിന്നിൽ ആരുടെയൊക്കെ കൈകൾ പ്രവർത്തിക്കുന്നുണ്ട്? അപ്പോൾ കുറേ പേരിലൂടെ കടന്നു പോകണ്ടേ ഒരാശയം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ? അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കുള്ള പ്രശ്നം ചെയ്യുന്ന ബിസിനസ് എന്തോ ആയിക്കോട്ടെ, അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ നമ്മൾ ഉപയോഗിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ 10, 20, 25 വർഷമായിട്ട് അനുഭവസ്ഥരായ കുറേ ആളുകളുണ്ട്. ഇവരെ ഐഡിയ ഫാക്ടറി എന്നൊരു ലേബൽ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായതുകൊണ്ട് അവർ നമ്മുടെ കൂടെ നിൽക്കാൻ അവർക്ക് മടിയില്ല. കാരണം വിൻ നമ്മളെ പൊളിച്ച് മറ്റുള്ളവരെ വിജയിപ്പിച്ച് നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം. പണ്ട് ഒരു കാലത്ത് ബാക്കിയുള്ള ആളുകളെ തോളിൽ ചവിട്ടി കയറി വിജയിക്കലായിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ളവർ വിജയിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിജയിക്കും. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഐഡിയ ഫാക്ടറി ചെയ്യുന്നൊരു സിസ്റ്റം അതാണ്. നമ്മൾ പുഴയിലൊക്കെ തുണി അലക്കാൻ പോകുമല്ലോ, നമുക്ക് തുണി വൃത്തിയാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, റൈറ്റ്? അതോടൊപ്പം തന്നെ ഈ കയ്യും ഈ കല്ലും വൃത്തിയാവും. അത് ഫ്രീ ആണ്, അത് ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് എന്നത് പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് ആളുകളെ വിജയിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിജയിക്കും. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ക്ലിയർ? അതാണ് നമ്മൾ വിൻ എന്ന് ഉദ്ദേശിച്ചത്. വിജയിക്കുക എന്നുള്ളൊരു ആശയമാണ് ഐഡിയ ഫാക്ടറിയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ വർഷങ്ങളായി ഈ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ട് ശരിക്കും സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ
തീർച്ചയായിട്ടും നമുക്ക് ഈ പോസിറ്റീവ് സർക്കിൾ, സല്യൂട്ട് ദ സീനിയർ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞാൽ പോസിറ്റീവ് സർക്കിൾ എനിക്ക് തോന്നുന്നത് 1000-ഓളം ഗുണഭോക്താക്കളുണ്ട്. കാരണം എല്ലാവരും ഇന്ന് അനുഭവിക്കുന്ന ഇന്ന് നമ്മൾ 99th പ്രൊഫഷണൽ സൊല്യൂഷൻ ബാങ്കിൻ്റെ വിഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ബിയോണ്ട് യുവർ ഇമാജിനേഷൻ. നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത്, നമ്മുടെ ബുദ്ധിക്കപ്പുറത്ത് നമുക്കൊരു ശാശ്വത പരിഹാരം കിട്ടുക എന്നുള്ളതാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മിഷൻ എന്ന് പറയുന്നത് ഒരു ടെൻഷൻ ഫ്രീ ലൈഫ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സാധനമാണ് ടെൻഷനില്ലാത്ത ലൈഫ്. ടെൻഷൻ ഫ്രീ ലൈഫ് ആകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ മനസ്ഥിതി മാറണം, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റണം. നമ്മുടെ മനസ്സിൽ ബാക്കിയുള്ളവരോടൊരു ബഹുമാനവും സ്നേഹമൊക്കെ എന്ന് തുടങ്ങുന്നോ അന്ന് മുതൽ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടില്ല. അപ്പോൾ അത് തുടങ്ങണമെങ്കിൽ നമ്മൾ 10, 20, 30, 40 വയസ്സായ ആളുകൾ അവർ ഇത്രയും വർഷമായിട്ട് അവരുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്ത് വെച്ചൊരു സാധനമുണ്ട്, എസ്പെഷ്യലി മലയാളികളുടെ. എന്ത് കണ്ടാലും അതിനെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ വിമർശിക്കുക. ഇതിനൊന്ന് റീപ്രോഗ്രാം ചെയ്യണം. റിസ്ക്കിയാണ്. ഇതിനെ റീപ്രോഗ്രാം ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ ഒരു പോസിറ്റീവിലേക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് നമ്മൾ കേരളത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു എളിയ ശ്രമം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 10,000-ഓളം ഗുണഭോക്താക്കളുണ്ട്. മഞ്ചേരി, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളത്തൊക്കെ പോസിറ്റീവ് സർക്കിളുകൾ നടക്കുന്നുണ്ട്. അതിലൂടെയാണ് നമ്മളൊരു നേരത്തെ പറഞ്ഞ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. യുവാക്കളാണ് പുത്തൻ ഐഡിയകളുടെ ഒരു ഫാക്ടറി എന്ന് പറയുന്നത്. യുവാക്കൾക്കിടയിൽ എങ്ങനെയാണ് ഈ ഒരു ഐഡിയ ഫാക്ടറിയുടെ ഒരു സ്വീകാര്യത എത്രത്തോളം ഉണ്ട്? അല്ലെങ്കിൽ ഈ ഐഡിയ ഫാക്ടറി ഇപ്പോൾ താങ്കളും താങ്കളുടെ കൂടെയുള്ള സഹപ്രവർത്തകരും കൂടുതൽ ഇപ്പോൾ കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ നടത്താറുണ്ടോ? അവരുടെ മനസ്സിലേക്ക് കൂടുതൽ എത്തിച്ചേരും. ഞങ്ങൾ കോളേജുകൾക്ക് അപ്പുറത്ത് സ്കൂൾ കുട്ടികളിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. നമ്മൾ മിടുമിടുക്കൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. മിടുമിടുക്കൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ വെക്കേഷനിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് സിലബസിന് അപ്പുറത്തുള്ള ഇവരുടെ ഒരുപാട് പ്രോഗ്രാം. ഈവൻ ലാസ്റ്റ് നടത്തിയതിൽ ഗ്രീൻ ടൂറൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഇവരെ ഒന്ന് വയലിൽ ഇറക്കി കാലിൽ കുറച്ച് ചെളി പുരട്ടി ഇതാണ് ജീവിതം, അല്ല ഇതാണ് കൃഷി, ഇങ്ങനെയാണ് വിത്ത്, ഇതാണ് കുളം എന്ന് പറഞ്ഞ് കഞ്ഞിയും ചമ്മന്തിയും എല്ലാം കുടിച്ച് ആ ഒരു എക്സ്പീരിയൻസ്. കാരണം നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നതിനപ്പുറത്ത് എക്സ്പീരിയൻസ് കൊടുക്കണമെന്നാണ്. അനുഭവങ്ങൾ കൊടുത്താൽ മാത്രമേ അവർ വളരൂ. അങ്ങനെ ഈവൻ ആ കുട്ടികളെ അടുത്ത് നമ്മൾ ഈ മിടുമിടുക്കൻ എന്നുള്ള പ്രോഗ്രാം കുട്ടികളിൽ നിന്ന് തുടങ്ങി. അതുപോലെ കോളേജുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കോളേജുകളിൽ പോസിറ്റീവ് സർക്കിൾ എന്നുള്ളതാണ്. അതിനും അപ്പുറത്ത് നമ്മളിപ്പോൾ നടത്തിയ ബിസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു 2015 നമ്മൾ മലപ്പുറത്ത് വെച്ച് 1200 ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ അതിലെല്ലാം നമ്മൾ ഈ MBA അങ്ങനത്തെ കോളേജിലെ കുട്ടികളാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. അവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും നമ്മൾ നടത്തിയ ഒരു പെപ്ടോക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. പെപ്ടോക്ക് കേരളത്തിൽ ആദ്യമായിട്ടാണ്. ടെട്ടോക്ക് അറിയാലോ, നമ്മൾ യൂറോപ്പിലെ ടെട്ടോക്കിൻ്റെ സൗത്ത് ഇന്ത്യൻ വേർഷനാണ് പെപ്ടോക്ക്. 400-ഓളം പരിശീലകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 9 പേർക്ക് നമ്മൾ 30 മിനിറ്റ് വീതം റിവേഴ്സ് ക്ലോക്കെല്ലാം വെച്ചിട്ട് 9 ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ എനിക്ക് ചരിത്ര സംഭവമായി മാറിയായിരുന്നത്. അങ്ങനെ വ്യത്യസ്തമായ സംഭവങ്ങൾ ചെയ്യുക, അതോടെ ആളുകളിലേക്ക് ഈ സാധനങ്ങളിൽ മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് എങ്ങനെ ഈ അത്തരത്തിൽ ഓൺലൈനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണോ ഇതിൻ്റെ ഒരു പ്രചാരം നടക്കുന്നത്? ഓക്കെ, നമ്മളെല്ലാ രൂപത്തിലുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, പിന്നെ നമ്മൾ നെറ്റ്വർക്ക് വലിയ ഘടകമാണല്ലോ പ്രൊഫഷൻ. നെറ്റ്വർക്ക് ഉണ്ട്, പിന്നെ നമ്മളൊരുപാട് മീഡിയാസ് സഹായിക്കുന്നുണ്ട്, പത്രമാധ്യമങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട്. കാരണം ഇത് വരും കാലങ്ങളിൽ ഇത് ആളുകൾക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. മാത്രമല്ല ഏറ്റവും അവസാനം എനിക്ക് തോന്നിയത് ഒരു കാലത്ത് നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ, ബിസിനസ്സിൻ്റെയൊക്കെ ഒരു ഇത് ബേസ് എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ആയിരുന്നു. പണ്ടൊക്കെ നമ്മളൊക്കെ പഠിച്ച കൊമേഴ്സിൽ പഠിച്ച അല്ലേ. ഇന്ന് അതെല്ലാം മാറി. ഇന്ന് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിന് എവിടെ ഈ പറഞ്ഞ സാധനമൊക്കെ ഏറ്റവും അവസാനം വന്ന നമ്മളെ യൂബർ ടാക്സി എവിടെയാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റലൊക്കെ ഉള്ളത്. ഇന്ന് ലോകം ഭരിക്കുന്നത് ആശയങ്ങളാണ്. കഴിഞ്ഞൊരു 15 വർഷമായിട്ട് നമുക്ക് വേൾഡിലെ അല്ലെങ്കിൽ ലോകത്തുള്ള കോടീശ്വരന്മാരൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആശയങ്ങളാണ് ലോകം ഭരിക്കുന്നത്. ഓരോന്നും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു കാലത്ത് നമ്മൾ അയൺ ഏജ്, സ്റ്റീൽ ഏജ് എന്നൊക്കെ പറഞ്ഞു വന്ന് ഇപ്പോൾ ഏറ്റവും അവസാനം കൺസെപ്ഷണൽ ഏജാണ്. പുതിയ ആശയങ്ങളാണ് ലോകം ഭരിക്കുന്നത്. അപ്പോൾ ഈ ആശയങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഐഡിയ ഫാക്ടറി ഉദ്ദേശിച്ചത്. ഇത് നമ്മുടെ ബുദ്ധി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10,000 പേരുടെ തലച്ചോറിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് സ്വാംശീകരിച്ചെടുക്കാൻ പറ്റാവുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇത് പൊതുജനത്തിനാണ് തിരിച്ചു കൊടുക്കുക, ഒരു എന്താ പറയുക ട്രാൻസ്ഫോമർ ആവുക, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. എന്തായാലും സമൂഹത്തിൽ പോസിറ്റീവായ ഒരു മാറ്റം വരുത്താൻ ഈ ഐഡിയ ഫാക്ടറിക്ക് ആവുമെന്നുറപ്പാണ്. ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. മോർണിംഗ് ഷോയിൽ അതിഥിയായി വന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്.